നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. GDP നിരക്കനുസരിച്ചാണ് കൃത്യമായി ഈ രാജ്യത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കണക്കിലെടുപ്പ് നടത്തുന്നതെങ്കിൽ ഈ രാജ്യത്തെ പൊതു ശരാശരിയേക്കാൾ വളരെ മുൻപന്തിയിലാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. അവരുടെ മികച്ച രീതിയിലുള്ള ഈ GDP നിരക്ക്, അവരുടെ വികസിത ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ നരേന്ദ്രമോദിക്കോ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കോ അതല്ലെങ്കിൽ ധനകാര്യ വകുപ്പ് മന്ത്രിക്കോ ഒട്ടുമേ പിടിക്കുന്നില്ല. അവർ തളർത്താൻ ശ്രമിക്കുകയാണ്. GSTയിൽ കിട്ടേണ്ട നഷ്ടപരിഹാരങ്ങൾ മുഴുവൻ അത് ഫ്രീസ് ചെയ്യിപ്പിക്കുകയോ അത് ചെലവഴിക്കാതിരിക്കാനുള്ള തക്കിട പരിപാടികൾ നടത്തുകയോ ചെയ്യുകയാണ്. ഇത് വളരെ വ്യക്തമായി തന്നെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിലെ 2 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഏകദേശം ഒരേ ഘട്ടത്തിൽ പോവുകയാണ്. കേരളവും തമിഴ്നാടുമാണത്. സാധാരണഗതിയിൽ 2 പ്രദേശങ്ങളിലും ഒറ്റഘട്ടത്തിലായാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. തമിഴ്നാട്ടിലും കേരളത്തിലും BJP വിരുദ്ധ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. തമിഴ്നാട്ടിലാകട്ടെ കുറച്ചധികം വോട്ട് ഷെയർ തമിഴക വെട്രിക്കഴകം നേടിയെടുക്കുമെന്ന പ്രത്യാശയുണ്ടെങ്കിലും അതൊന്നും DMKയുടെ തുടർ ഭരണത്തിനെ ബാധിക്കുകയില്ല എന്നുള്ള സർവേ ഫലങ്ങളാണ് ഒട്ടുമുക്കാൽ മീഡിയകളിലും വളരെ വ്യക്തമായി തെളിഞ്ഞു കാണുന്നു. ഇതോടെ BJPക്ക് ആവലാതി കൂടുകയാണ്. ദേശീയ സെൻസസും കണക്കിലെടുപ്പും ഒക്കെ ആയിട്ട് ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ പ്രദേശങ്ങൾ, അതായത് ദക്ഷിണേന്ത്യൻ മേഖലകളെ തരംതിരിക്കുമ്പോൾ ഡീലിമിറ്റേഷൻ അനുസരിച്ച് ലോക്സഭയുടെ എണ്ണം ദേശീയ സംഖ്യയിൽ അതിൻ്റെ ശതമാനക്കണക്ക് വീണ്ടും കുത്തനെ കുറയ്ക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് കേന്ദ്രം ആസൂത്രിതമായി നടത്തുന്നതെങ്കിൽ ആന്ധ്ര മുഖ്യമന്ത്രിയായ നായിഡുവിൻ്റെ പരാമർശത്തോടെ അതും മാറി നിൽക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഈ കാര്യത്തിൽ ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാർക്ക് കൃത്യമായിട്ട് സന്ദേശം അയച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവകാശങ്ങൾ നേടിയെടുക്കേണ്ടത് അനിവാര്യത വിളിച്ചോതുന്ന തരത്തിലാണ് എല്ലാ പ്ലാനുകളും അവലംബിച്ചത്. ഒന്നാലോചിക്കൂ, ഇന്ത്യ രാജ്യത്ത് കൃത്യമായി GSTയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്ന സംസ്ഥാനങ്ങളെ തഴഞ്ഞ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വാരി കൊടുക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ആ സംസ്ഥാനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവിടുത്തെ ജീവിത നിലവാരത്തിൽ ഇപ്പോഴും മെച്ചമില്ലാതാകുന്നതിലൂടെ അവിടുത്തെ അഴിമതി, അവിടുത്തെ കൊടിയ ദുർഭരണം, അവിടുത്തെ നിരക്ഷരത അതെല്ലാം കൊടികുത്തി വാഴുമ്പോൾ അത് മുതലെടുക്കുന്ന BJP നേതാക്കളും അവരുടെ അനുയായികളുടെ ഈ സോ കോൾഡ് മാധ്യമവും എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ റിസർവ് ബാങ്ക് തുറന്നടിച്ചുകൊണ്ട് പറയുന്നത് സന്തുലിതാവസ്ഥ രാജ്യത്തില്ലാത്തതിൻ്റെ കാരണം ഈ ഒരു ഡിസ്പ്രപ്പോർഷനേഷനാണ്. ദക്ഷിണേന്ത്യ കൃത്യമായി ദുരിതം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അവരെ മുടിപ്പിക്കാൻ വേണ്ടിയുള്ള BJP പദ്ധതി വെടിയണം. എന്നാൽ മാത്രമേ രാജ്യത്ത് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. രാജ്യത്തെ മെട്രോപൊളിറ്റൻ നഗരങ്ങൾ നോക്കുമ്പോൾ പഴയ രീതി കണക്കാണെങ്കിൽ, അതായത് 1990-കൾ 2000-ൻ്റെ തുടക്കമാണെങ്കിൽ 4 മെട്രോ നഗരങ്ങളാണ് ഈ ഇന്ത്യയിൽ: ചെന്നൈ, മുംബൈ, ഡൽഹി, കൊൽക്കത്ത എന്ന് പറയുന്നു. ഇന്ന് ബാംഗ്ലൂരും ഹൈദരാബാദുമൊക്കെ വളരെയധികം വികസിച്ചിരിക്കുന്ന, സ്വപ്ന സാക്ഷാത്കാരം നേടിയെടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളും നഗരങ്ങളുമാണ് എന്നുള്ളത് ദക്ഷിണേന്ത്യയെ ഒരുപിടി മുൻപന്തിയിൽ നിർത്തുകയാണ്.